മിഥുൻ അയ്യപ്പൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും ചേരുകയാണ്. മിഥുൻ, അവിടെ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള എന്തെങ്കിലും സാധ്യതകൾ പുറത്തു നിൽക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ടോ? മാത്രമല്ല, നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഇത് ഈ മാസപ്പടി കേസ് എന്നതിനപ്പുറത്തേക്ക് കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള വലിയ ഇടപാടിലേക്ക് കൂടിയാണല്ലോ ED ഇപ്പോൾ അന്വേഷണം നീട്ടുന്നത്. മിഥുൻ, കൊച്ചിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആസ്ഥാനത്തേക്ക് വീണ വിജയനെ വിളിപ്പിച്ചിരിക്കുകയാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മാസപ്പടി കേസും അതുമായി ബന്ധപ്പെട്ടുള്ള കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട കേസിലും അന്വേഷണം നീട്ടുകയാണ് ED. 29-ാം തീയതി ഹാജരാകാൻ ആവശ്യപ്പെട്ട വീണ വിജയനോട് ഇന്ന് വളരെ പെട്ടെന്ന് ED ഓഫീസിലേക്ക് എത്തണം എന്ന നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ എത്തിയത്. ED ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും മിഥുൻ അയ്യപ്പൻ ഒരിക്കൽ കൂടി ചേരുകയാണ്. മിഥുൻ, നേരത്തെ ഞാൻ ചോദിച്ചത് ഈ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട കേസുകളിലേക്ക് കൂടി അന്വേഷണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കുകയാണല്ലോ. മാത്രമല്ല, ഏതാണ്ട് ഒരാഴ്ച മുമ്പ് തിരുവനന്തപുരത്ത് ബാങ്കിൽ എത്തിയ EDയുടെ സംഘം ഈ വീണ വിജയന്റെ ലോക്കറുകളും മറ്റും പരിശോധിച്ചിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ചില നിർണായകമായ തെളിവുകൾ വീണയ്ക്കെതിരെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയല്ലേ ഇന്നിപ്പോൾ ശരവേഗത്തിൽ ഒരു ചോദ്യം ചെയ്യലിന് ED ഒരുങ്ങിയത്? മിഥുൻ, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഒരുപക്ഷെ ആദ്യ ചോദ്യം ചെയ്യലിന് മുൻപും ശേഷവുമുള്ള ED വ്യത്യസ്തമാണ് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. കാരണം കൂടുതൽ ശക്തമായിട്ടുള്ള തെളിവുകളുടെ പിൻബലം, അതുപോലെ തന്നെ രേഖകൾ എല്ലാം തന്നെ സമാഹരിച്ചു കഴിഞ്ഞു ED ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവനന്തപുരത്തെ ലോക്കർ തുറന്നുള്ള പരിശോധന അത് നിസ്സാരമായ പരിശോധനയായിരുന്നില്ല. നിർണായകമായിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ അതിൽ നിന്ന് ലഭിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ലഭിച്ച SFIയുടെ രേഖകൾ ഇതെല്ലാം തന്നെ കൂടുതൽ EDയുടെ അന്വേഷണ സംഘത്തിന് കൂടുതൽ കരുത്തു പകരുന്ന ഒന്ന് തന്നെയായിരുന്നു എന്നുള്ളതാണ്. 29-ാം തീയതി ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പറഞ്ഞതിന് ശേഷം ഇപ്പോൾ ഹാജരായിരിക്കുന്നത് ഇന്നത്തെ ദിവസമാണ്. ഇനിയും ഏതാണ്ട് 4 ദിവസം ബാക്കി നിൽക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ 29-ാം തീയതി ഏതെങ്കിലും തരത്തിൽ വീണ അസൗകര്യം അറിയിച്ചതിനെ തുടർന്ന് ഇത്തരത്തിൽ ED എങ്കിൽ നേരത്തെ ഹാജരാകാനുള്ള തീയതി ആക്കി നൽകിയിരിക്കുന്നു എന്നുള്ളതായും സംശയമുണ്ട്. എന്നിരുന്നാൽ പോലും ഇപ്പോൾ ഈ ദ്രുതഗതിയിലുള്ളൊരു നീക്കം EDയുടെ ഭാഗത്തു നിന്നുണ്ടായത് ഈ വിഷയത്തിൽ എടുത്തിരിക്കുന്ന നിലപാടുകളും ED എത്രത്തോളം ഈ വിഷയത്തിൽ സ്ട്രോങ് ആയിരിക്കുന്നു ഈ ഒരു ഘട്ടത്തിൽ എന്നുള്ളത് തന്നെയാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിർണായകമായിട്ടുള്ള രേഖകളുണ്ട്. ഈ SFIയുടെ രേഖകൾ എന്ന് പറയുന്നത് നിസ്സാരമല്ല. കാരണം SFIO ഇതിനോടകം തന്നെ ഈ എക്സാലോജിക്കും അതുപോലെ തന്നെ CMRLും കൂടി നടത്തിയ രേഖ അതൊരു സേവനമില്ലാതെ തന്നെ നടത്തിയ കൈമാറ്റമാണ്, പണക്കൈമാറ്റം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ SFIOക്ക് ലഭിച്ചിരുന്നു. ആ ഒരു നിരീക്ഷണം തന്നെയാണ് SFIOക്ക് ഈ ഘട്ടത്തിൽ എത്തിയിരുന്ന കുറ്റപത്രത്തിലടക്കം തന്നെ അത്തരത്തിലുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അല്ലെങ്കിൽ അതിന് ബലം നൽകുന്ന വിവരങ്ങളാണ് SFIOക്ക് ലഭിച്ചിരുന്നത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരം തെളിവുകൾ EDക്ക് കൈവശം കൂടിയെത്തുമ്പോൾ ആ ഒരു രീതിയിലേക്ക് അന്വേഷണം നീങ്ങുന്നു എന്നുള്ളത് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നു. കൂടുതൽ ശക്തമായിട്ടുള്ള തെളിവുകളുടെ പിൻബലം ഇപ്പോൾ EDക്ക് ലഭിച്ചിരിക്കുന്നു. 1-ാം ഘട്ട ചോദ്യം ചെയ്യലിൽ ഉത്തരം കിട്ടാതെ പോയ പല ചോദ്യങ്ങൾക്കും ഇപ്പോൾ EDയുടെ കൈവശം ഉത്തരമുണ്ട്. അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ കൂടുതൽ ഷാർപ്പായിരിക്കും. കഴിഞ്ഞ 1-ാം ഘട്ട ചോദ്യം ചെയ്യലിൽ ഒഴിഞ്ഞു മാറിയതുപോലെയുള്ള ഒരു ഒഴിഞ്ഞുമാറ്റമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രങ്ങളോ കുതന്ത്രങ്ങളോ വീണയ്ക്ക് ഇനി പയറ്റാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ ഏറ്റവും നിർണായകമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ED ഡയറക്ടറേറ്റിൻ്റെ കൂടി ശക്തമായിട്ടുള്ള നിരീക്ഷണം ഈ ഒരു കേസിലുണ്ട്. ഈ കേസിൽ അതുകൊണ്ട് തന്നെ ഈ ഡയറക്ടറേറ്റിൻ്റെ കൂടി തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ അന്വേഷണ സംഘത്തിന് അപ്പുറത്തേക്ക് ഈ ഡയറക്ടറേറ്റിൻ്റെ കൂടി ഒരു നിർണായകമായിട്ടുള്ള തീരുമാനത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നീക്കങ്ങളിലേക്ക് ഏതായാലും നീങ്ങാനുള്ള ഒരു സാധ്യത ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ കാണുന്നുള്ളൂ. എന്നിരുന്നാൽ പോലും EDയുടെ ത്വരിതഗതിയിലുള്ള ഒരു നീക്കം
അതുപോലെ തന്നെ ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് ഇ ഡി എത്തിയിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു ഘട്ടത്തിൽ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള പ്രതിരോധം പരാജയപ്പെട്ടു. നിയമപരമായി ഇ ഡിയെ ഈ കേസിലേക്ക് കൊണ്ടുവരാതിരിക്കാൻ വീണ വിജയനും ഒപ്പം തന്നെ CMRലും ഇത്തരത്തിൽ ചില ശ്രമങ്ങൾ നടത്തി. അതെല്ലാം തന്നെ പരാജയപ്പെട്ടിടത്ത് ഇപ്പോൾ ഇ ഡിക്ക് മുമ്പിൽ രണ്ടാം ഘട്ട ചോദ്യമുനകൾക്ക് മുമ്പിൽ ഇരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. CMRL കേസിലാണ് ചോദ്യം ചെയ്യുന്നത്.